അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അടുത്തതായി നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നസീഹത്ത് പ്രഭാഷണം. പണ്ഡിത തറവാട്ടിലെ ജ്ഞാന സദസ് ശംസുൽ ഉലമയുടെ പ്രഖ്യാപിയായി കാലം കാത്തുവെച്ച തങ്കവിളക്ക്, കർമ്മശാസ്ത്രജാലകത്തിലെ അവസാന കോടതി, മുസ്ലിം ഭാരതത്തിന്റെ ആത്മീയ നേതൃസഭ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ജനറൽ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മജ്‌ലിസുന്നൂറിന്റെ ആത്മീയ വേദിയെ അനുഗ്രഹിച്ചുകൊണ്ട് മുഖ്യ ഭാഷണം നിർവഹിക്കുന്നു. അതിനായി ഉസ്താദിനെ അധ്യക്ഷന് വേണ്ടി സാധനം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലും ദീനഗതിയെ അനുഗ്രഹിച്ചാലും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم. من لم يرحم صغيرنا ولم يوقر كبيرنا فليس منا. وصدق رسوله الكريم. ബഹുമാനപ്പെട്ട അൽഹാജി ഹസൻ സഖാഫി പൂക്കോട്ട് അവറുകളെ, ബഹുമാനപ്പെട്ട ഹാജി കാളാവ് സൈദലവി മുസ്ലിയാർ അവറുകളെ, ഇവിടത്തെ ഹത്തീബ് അവറുകളെ, ഈ സദസ്സിൽ പങ്കെടുത്ത കാരണവന്മാരെ, മഹൽ വ്യക്തികളെ, ഇസ്വൈസിന്റെയും SKSSFിന്റെ പ്രവർത്തകരായ സഹോദരന്മാരെ, മറ്റ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്ക സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ട് വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എത്തിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങൾ അവരുടെ പേരിൽ അറിയപ്പെടുന്ന നഗറിലാണ് നാം നിലകൊള്ളുന്നത്. ഒരുപാട് കാലം സമസ്തയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങൾ. മഹാനവറുകൾക്കുള്ള സമസ്തയുടെ 70ാം വാർഷികത്തിൽ മഹാനവറുകൾ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തേട്ടി വരികയാണ്. അതായത് പുത്തനാശയക്കാരെയും സുന്നത്തി ജമാഅത്തിന്റെ എതിരാളികളെയും നന്നായി ആ പ്രസംഗത്തിൽ എതിർത്ത് അങ്ങനെ അവസാനിക്കും. അവസാനത്തെ യോഗമാണത് എന്ന് മൂപ്പര് മനസ്സിലാക്കി, ഞങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സമസ്തയുടെ വലിയ വലിയ യോഗങ്ങൾക്കൊക്കെ ഉദ്ഘാടന പ്രസംഗം നടത്താറാണ് മൂപ്പര് സാധാരണ ചെയ്യാറ്. അങ്ങനെ അവസാനം 70ാം വാർഷികത്തിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷം പറയുകയുണ്ടായി, ഈ ഏർപ്പാട് തമ്പുരാനെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് സുന്നത്തി ജമാഅത്തിന് വേണ്ടിയുള്ള ഈ കഠിനാധ്വാനം വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് തമ്പുരാനെ.
അതെല്ലാം ഒന്ന് സ്വീകരിച്ച് കിട്ടിയാലും എന്ന് പറഞ്ഞ് കരഞ്ഞ്. അപ്പൊ സുന്നത്തി ജമാഅത്ത് നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമൊക്കെ നിലനിർത്താൻ വലിയ പങ്ക് വഹിച്ച മഹൽ വ്യക്തിയാണ് ശംസുൽ ഉലമാ തങ്ങളവറുകൾ. മഹാനവറുകൾക്കുള്ള ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കൂടെ നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബുൽ ഒരു തൗഫീഖ് നൽകട്ടെ. മഹാനവറുകൾക്കുള്ള ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ പരിപാടികളെല്ലാം അല്ലാഹു തആല വളരെയധികം വിജയിപ്പിച്ചു തരട്ടെ. ഇതിന് സഹായിച്ച് ഒത്താശയെ ദേഹം കൊണ്ട് അധ്വാനിച്ച സകല ആളുകൾക്കും അവർക്കുള്ള ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു തആല മഹാനവറുകൾക്കുള്ള ബർക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സാധാരണ നല്ലൊരു വിത്ത് കുഴിച്ചിട്ടാൽ, ഉദാഹരണമായിട്ട് നല്ലൊരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടു, അതിന് വളം ചേർത്തി നന്നായിട്ട് ആ മാവ് വളർന്ന്, എന്നാൽ അതിൽ മാങ്ങകളും വരും ഉണ്ടാവും എന്നത് സാധാരണ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. അഥവാ അതിൽ മാങ്ങ ഉണ്ടായില്ല എന്ന് വന്നാൽ പിന്നുള്ള തകരാറ് ആ വിത്ത് ശരിയായിട്ടില്ല, അതല്ലെങ്കിൽ അതിന് ചേർത്ത് വളം ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ആ മാവ് ശരിപ്പെടാതെ എന്ന് നമ്മൾ പറയും. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി കേൾപ്പെട്ട ആയത്ത് ഇന്നല്ലദീന ആമനു, തീർച്ചയായും ഈമാനുള്ള പാർട്ടി ശരിയായ മുഅ്മിനീങ്ങൾ, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അങ്ങനത്തെവര്. അപ്പൊ ഈമാൻ എന്ന വിത്ത് ഹൃദയത്തിൽ ഊന്നി അത് മുളച്ചു പൊന്തി, സൽക്കർമ്മങ്ങളെ കൊണ്ട് അതിന് വളം ചേർത്തി, എന്നാൽ ആ വിത്ത് വലുതായി വൃക്ഷമായി വളർന്ന് വലിയൊരു വൃക്ഷമായി അത് വളരും. എന്താണ് അതിൻ്റെ പഴം? ഈ ആയത്ത് പറഞ്ഞത് ഇന്നല്ലദീന ആമനു, തീർച്ചയായിട്ടും ഈമാനുള്ള ആളുകൾ, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്തവരും, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ അവരുടെ ഹൃദയത്തിൽ റഹ്മാനായ തമ്പുരാൻ അങ്ങേയറ്റത്തൊരു മഹബത്ത് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഈമാൻ തന്നെ വിത്ത് ഊന്നി ഹൃദയത്തിൽ അത് വളർന്ന് അതിന് സൽക്കർമ്മങ്ങളെ കൊണ്ട് വളം ചേർത്തി, എന്നാൽ ഉത്ത് എന്നൊരു പഴയാണ് അതിനുണ്ടാകൽ എന്ന് മഹാനായന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഉദ് എന്ന് പറഞ്ഞാൽ അവിടെ മഹാന്മാര് പറയുന്നത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, അങ്ങേ അറ്റത്തൊരു പ്രേമം. ആരോട്? ലില്ലാഹി വലി അഹ്ബാബിഹി, അള്ളാനോടും മോന്റെ മഹബൂബീങ്ങൾ, ഔലിയാക്കന്മാർ, ശുഹദാക്കൾ, അംബിയാക്കൾ, ഇവരോടൊരു മഹബത്ത്, ശക്തി, ഒരു മഹബത്ത് അവന്റെ ഹൃദയത്തിൽ വരും. ഇതാണ് അതിന്റെ പഴം. അപ്പൊ ശരിയായ ഈമാൻ അത് മുളച്ചു പൊന്തി ഹൃദയത്തിൽ, സൽക്കർമ്മങ്ങൾ അതിനങ്ങനെ ചെയ്തു കൊടുത്ത്, എന്നാൽ അത് വമ്പിച്ചൊരു വൃക്ഷമായി ഹൃദയത്തിൽ ഫലപ്പെടും. അതിൻ്റെ ആ വൃക്ഷത്തിന്റെ ഫലം ബുദ്ധി. അള്ളാന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൻ, അമ്പിയാക്കൻ, അവരോടുള്ള വലിയ മഹബത്ത്, ഇതാണ് അതിനുണ്ടാകൽ. അങ്ങനെ ഒരുത്തനില്ല. ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും മഹാന്മാർക്ക് വെറുപ്പാണ്. അവന്റെ ആ ഈമാൻ എന്നുള്ള വിത്ത് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ആ മരത്തുമ്പൽ അത് കായ്ക്കാത്തത്. അതല്ലെങ്കിൽ ആ വളം ചേർത്തിയ സൽക്കർമ്മങ്ങൾ ശരിയായിട്ടില്ല. അതുകൊണ്ട് ആ വൃക്ഷം അതിന്റെ ഉദ്ദേശമായ ഫലം കായ്ച്ചു കൊടുത്തില്ല. അപ്പം മഹാന്മാരോട് ബഹുമാനിക്കൽ, അവരോട് ഹൃദയത്തിലുള്ള മുഹബത്ത്, അത് ഇവന്റെ ഈമാനും അമലും ശരിപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണെന്ന് ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നു. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അങ്ങനത്തെ മഹാന്മാരുമായിട്ടുള്ള മഹബത്ത്, ആ മഹബത്ത് വളരെയധികം നമ്മെ വിജയത്തിൽ എത്തിപ്പിക്കും.
ഓരോട് കൂടെ തന്നെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, ആരാ ഈ ഇഷ്ടപ്പെട്ട ഓന്റെ ഒപ്പം എനിക്ക് സ്വർഗത്തിൽ പോകാം. ആ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇത്ര എനിക്ക് സന്തോഷമുണ്ടായ ഒരു ഹദീസ് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. തങ്ങൾക്ക് വളരെയധികം താമസിച്ച് ഞങ്ങൾ ഹാദിമായി നിന്ന് ഇൽമും ഹദീസൊക്കെ മനപ്പാടാക്കിയ ആൾ അനസ്. അനസ് പറയുന്നു, ഞാൻ കേട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ അന്ത മഅമൻ അഹ്ബബ്ത, ആരെ ഇഷ്ടപ്പെടുന്നത് ആ ആളോട് കൂടെ എനിക്ക് സ്വർഗത്ത് കിടക്കാം. അവിടെ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, വഇല്ലം യഅമൽ ബി അഅ്മാലിഹിം, അങ്ങോട്ട് സഹോദരന്മാരെ, നമ്മുടെ സദസ്സ് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദന്മാര് ദയവ് വിചാരിച്ച് ഇതിന്റെ വേഗം ഒരുപാട് സ്ഥലമുണ്ട്. നിങ്ങളിങ്ങോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ ഒരാളും ഇങ്ങോട്ട് ഇരുന്നാൽ ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, ആ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാമല്ലോ. അപ്പൊ ഉസ്താദന്മാർ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു പ്രാവശ്യം നേരത്തെ പറഞ്ഞു, ഇനി പറയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും നമ്മുടെ ഈ സദസ്സിനെ സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആളുകളും, ഉസ്താദന്മാരായ എല്ലാ ഉസ്താദന്മാരും, അത് സത്യവുമാരായാലും മദ്രസ മുഅല്ലിമീങ്ങളായാലും ആരായാലും എത്ര ആളുകൾക്കും ഇവിടെ പങ്കെടുത്ത ഉസ്താദന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട്. അത് കാരണം എന്താകാം, ഒരാൾക്കെങ്കിലും അവിടെ ഇരിക്കാലോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ സദസ്സിൽ കയറിയിരിക്കണമെന്ന് വിനയത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ ബാങ്ക് കൊടുത്ത് നല്ല സമയമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ബാങ്ക് ഇഖാമത്തിന്റെ ശേഷം, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം ദുആഇന് കൂടുതൽ ഉത്തരം കിട്ടുന്ന ടൈമാണെന്ന് ഹദീസ് ശരീഫിൽ വന്നിട്ടുണ്ട്. ആരോഗ്യത്തിനാണ് ആ സമയത്ത് പ്രത്യേകം പ്രാർത്ഥന നടത്തേണ്ടതെന്നും
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതായത് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തിട്ടില്ല. ആ ഇടസമയം വല്ലാത്ത സമയമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കെല്ലാം അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ കുടുംബത്തിലും നമ്മളെ കുട്ടികളിലും ഭാര്യമാരിലുള്ള സകല രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല അവർക്ക് ശിഫ നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഡോക്ടർമാരൊക്കെ കൈജോയിച്ച രോഗങ്ങളെ തൊട്ട് നമ്മളെയും അവരെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പ്രത്യേകം ആഫിയത്തിന് സോക്കട് മാറാനൊക്കെ ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിൽ ദ്വാരക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം. ബാങ്ക് കൊടുത്ത് അപ്പം സൈലന്റായി ബാങ്ക് കൊടുക്കുന്നതിന് ഉത്തരം ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഈ ദുആ ഇത് വളരെ നല്ലതാണെന്ന് ഹദീസ് ഷരീഫിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താനാണ് ഇപ്പം നമ്മളത് വരുന്നത്. ഏതായാലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഒരു കാടൻ അറബി കയറി വന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. അറാബി മലഭാഗത്ത് താമസിക്കുന്ന പരിഷ്കാരം കുറഞ്ഞ ആള് കയറി വന്ന് വെള്ളിയാഴ്ച ജുമാഅക്ക് മദീന പള്ളിയിൽ തങ്ങൾ ഖുതുബ ഓതുകയാണ്. ഖുതുബ ഓതുന്ന സമയത്ത് സംസാരവും മറ്റൊക്കെ ഒഴിവാക്കണമെന്ന് മൊത്തത്തിൽ എല്ലാവർക്കും അറിയും. ഈ അറാബിയായ ആള് ഇങ്ങനെ വിരലി ഇടക്കിടക്ക് വരും. പല ആളുകളും മലയിൽ താമസിക്കണോല് ഓല് വന്നാൽ സഹാബിമാർക്ക് വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. കാരണം ഓല് ഒരു കൂസലില്ലാതെ പുണ്യ നബിയോട് വെട്ടി തുറന്നാണ് ചോദിക്കും. സിദ്ദീഖിന് ചോദിക്കാൻ ധൈര്യമില്ലാത്ത, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ മടിക്കണ, അതൊക്കെ അവർക്ക് മനസ്സിലാക്കേണ്ട ആഗ്രഹവുമാണ്. ചോദിച്ചാൻ വയ്യ. അങ്ങനത്തെ ആദ്യ ചോദ്യങ്ങളൊക്കെ എടുത്ത് ചാടുവല് വന്നു ചാടിയാൽ. മദീന പള്ളിയിൽ ഖുതുബ തങ്ങൾ ഓതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറാബിൻ കയറുന്നു. അയാൾ ഒറ്റ ചോദ്യം, യാ റസൂലല്ലാഹ് മതസ്സാഅ, നബിയെ ഖിയാമത്ത് ഡേറ്റ് ഒന്നും കിട്ടിയാൽ തരക്കടില്ല. ഇതാണ് അയാൾ പറഞ്ഞത്. അപ്പം സഹാബിമാരൊക്കെ പാടെ കയ്യോണ്ട് കുറെ താളം കാട്ടി. ഈ സൈലന്റ് ആകും. ഖുതുബ കഴിഞ്ഞതിന് ശേഷം സംസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കപ്പെയ നമ്മൾ ചോദിക്കാന്നൊക്കെ ഇപ്പോൾ ഒരു പറഞ്ഞ് ഇയാൾ ആണെന്നും ഫലക്കത്. യാ റസൂലല്ലാഹ് മതസ്സാഅ, നബിയെ ഖിയാമത്ത് ഡേറ്റ് ഒന്നും കിട്ടിയാൽ തിരക്കടില്ല ഇയാള്. അപ്പൊ സഹാബി പറഞ്ഞ മാതിരി തങ്ങൾ അന്ന് സൽ സ്വഭാവിയാണ് തങ്ങൾ. ഇയാളോട് മര്യാദ പെരുമാറി. തങ്ങളാണ് ചോദിച്ചത്, മാതാ അഴുതത്ത ലഹ, ഖിയാമത്ത് ഡേറ്റ് മനസ്സിലാക്കുന്നിടത്തല്ല പ്രാധാന്യം. ഖിയാമത്ത് ഏതായാലും വരും, ഡേറ്റ് എങ്ങനെ ആയാലും ശരി. ഈ എന്താണ് അതിനെ ഒരുക്കിയത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാ അഴുതത്ത ലഹ, എന്താ ചെയ്യുന്നത് തയ്യാറാക്കിയത്. അപ്പോഴും അയാൾ ആ സ്വഭാവത്തിൽ ഞാൻ വല്ലാതെ ഒന്നും തയ്യാറാക്കിയിട്ടില്ല. വലിയൊരു നിസ്കാരക്കാരനൊന്നുമില്ല ഞാൻ. ഫറള് കഴിഞ്ഞിടത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെന്നല്ലാണ്, സുന്നത്തൊന്നും അങ്ങനെ കരിച്ചിട്ടില്ല. അങ്ങനത്തെ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ പെരുപ്പിച്ച് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തങ്ങളോട് വലിയ മഹബത്താണ്. അമലൊക്കെ കുറവാണ് എന്ന് ഇയാൾ പറഞ്ഞു. തങ്ങൾ ഉടനടി അന്തമായ മന്നഹബത്ത, ഈ ആരെ ഇഷ്ടപ്പെട്ടത് ഓൻ്റെ ഒപ്പം എനിക്ക് സ്വർഗത്ത് കടക്കാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളൊപ്പം തന്നെ സ്വർഗത്ത് കിടക്കാൻ ചാൻസ് ഉണ്ട് തങ്ങളോടുള്ള മഹബത്ത് കാരണം എന്നാണ് തങ്ങൾ ഇയാൾക്ക് അറിവ് കൊടുത്തത്. അന്തമായ മന്നഹബത്ത്. അയാൾ പറഞ്ഞത് വലിയ നിക്കാരൊന്നും ഇല്ല, നോൻപില്ല, സൽക്കർമ്മൊക്കെ കുറവാണ്, പക്ഷെ തങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഇത് കേട്ടാണ്ട് വരണം ഈ ചിത്രീകരണ ഞാൻ. അന്തമായ മന്നഹബത്ത, ആരെ ഈ ഇഷ്ടപ്പെട്ടു ഓന്റെ ഒപ്പം എനിക്ക് സ്വർഗത്ത് കിടക്കാം. ഇമാം ബുഖാരി അവിടെ പറഞ്ഞ് വഇല്ലം യഅമൽ ബി അഅമാലിഹി, ആ വ്യക്തിന്റെ അമലിനനുസരിച്ച് ഇവൻ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ശരി റസൂലുള്ളാഹിയൊക്കെ അമൽ ചെയ്യാൻ കഴിയും. അല്ലെ വലിയ വലിയ മഹാന്മാരെ മാതിരിയൊക്കെ നമുക്ക് അമൽ ചെയ്യാൻ കഴിയൂല. അവരോട് വലിയ മഹബത്ത് ഉണ്ടെങ്കിൽ അവരൊപ്പം സ്വർഗത്തിൽ കടക്കാം. അവരത്ര അമൽ ചെയ്തിട്ടില്ലെങ്കിലും ശരി. ഇമാം ബുഖാരി ഉദ്ധരിക്കും.
അങ്ങനെ അപ്പൊ മഹാന്മാരുള്ള മഹബത്ത്, ആരെയാണ് മഹബത്ത് വെച്ച് അവൻ്റെ ഒപ്പാണ്ട് കിടക്കാം. നമ്മൾ ഈ ആളൊക്കെ അവിടെ കൂടിയത് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ ആ തെരീക്കത്ത് പ്രകാരമുള്ള മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാൻ വന്നത്. ബദരീങ്ങളെ മേലിൽ ഓലെ അസുമാവ് ചൊല്ലിയിട്ട് അവരെ തവസ്സുൽ ചെയ്തിട്ടുള്ള ദുആണ് ഈ മജ്ലിസുന്നൂറിലെ ആകെ ചുരുക്കം. അപ്പൊ അങ്ങനത്തെ മഹാന്മാരുമായിട്ടുള്ള ബന്ധപ്പെടൽ ഇവനെ വല്ലാത്ത വിജയിപ്പിച്ചു കളയും എന്ന് അനസ് ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ അനസ് പറഞ്ഞ് ഞാൻ നിരവധി ഹദീസൊക്കെ കേട്ടിരിക്കണു. ഇത്രയധികം എനിക്ക് ആനന്ദം കിട്ടിയ ഒരു ഹദീസ് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ സ്നേഹിതന്മാർ ഒന്ന് പുണ്യനബിയാണ്, മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എൻ്റെ വലിയ മെഹബൂബ്, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അവരൊപ്പമൊക്കെ സ്വർഗത്തിൽ എനിക്ക് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ ഹദീസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്രയധികം ആനന്ദം എനിക്ക് നൽകിയ ഒരു ഹദീസ് മുമ്പ് ഞാൻ കേട്ടിട്ടില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും ഇവിടെ കൂടിയത് വലിയ മഹാന്മാരായ ശുഹദാ, ആ ശുഹദാക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനികള് ബദർ ശുഹദാക്കൾ. ഒരുപാട് ശുഹദാക്കളുണ്ട്, അത് ഉജ്വല പവറില്ല. ബദറിലുള്ള ശുഹദാക്കൾക്ക് വലിയ പവറാണ്. ബദറിൽ ഇറങ്ങിയ മലക്കുകളെ കൂട്ടത്തിൽ വലിയ പവറാണ്. അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞു, അവരോട് അള്ളാഹ് പറഞ്ഞ് ഇഅ്മലൂ മാ ശിഅ്തും, ഇനി നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ചെയ്യാം. ബദറിൽ പങ്കെടുത്തത് കാരണമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രവർത്തനത്തിന് വിലക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിചരിച്ചോളി, അത് പ്രകാരം തന്നെ തോന്നിയാസൊക്കെ ചെയ്തോളി എന്നാ വാക്കിന്റെ ധ്വനി. പക്ഷെ അവരെ ചെയ്യുന്നല്ല, അവരെ അതിനകത്തോട്ട് ഇനി അഥവാ വന്നാൽ അതിന് ആക്ഷൻ ചെയ്യൂല. മനസ്സിലാക്കൂ, അല്ല അപാകത ഓലെന്ന് വന്നാൽ അത് റെക്കോർഡ് ആയിട്ട് നിലനിന്നിട്ട് ആഹ്ലത്തിൽ ചോദ്യം ചെയ്യുള്ളൂ. ക്യാൻസലാക്കി. ബദറിൽ പങ്കെടുത്തവനായതുകൊണ്ട് ടീം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളി. ഇഅ്മലൂ മാ ശിഅ്തും. അതുപോലെ പവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഹറാമൊക്കെ ഹലാലാണെന്നല്ല, അഥവാ വല്ലതും വന്നു പോയാൽ അത് ശിക്ഷിക്കൂല. ഈ ബദറിൽ ചെയ്ത അയാളല്ലേ അങ്ങോട്ടെ ക്യാൻസലാക്കി എന്ന് പറയും. പുണ്യനബി ഒരു വിഷയത്തിന് വേണ്ടി മദീനന്റെ അങ്ങേ ഭാഗത്ത് ഒരു സൈഡിൽ പോയി, മദീനന്റെ ഒരു താഴ്വരയിൽ പോയി. അപ്പൊ അവിടെയുള്ള പ്രധാനികളൊക്കെ അവിടെ ആളുകൂടി. അവിടെ കൂടേണ്ട ഒരു പ്രധാനി അവിടെ എത്തിയില്ല. വലിയ നേതാക്കന്മാരൊക്കെ വരും, അവിടെ കൂടേണ്ട ആളുകളുണ്ടാവില്ലേ ആ ഏരിയകളിലെ, അവരെല്ലാവരും കൂടി, ഒരാൾ കൂടിയില്ല. അപ്പോൾ അവിടെ വർത്താനായി. നമ്മൾ ഇന്ന ആളെന്തപ്പോൾ ഇവിടെ കാണാൻ, ഇയാൾ ഇവിടുത്തെ ഈ ഏരിയയിലെ ഒരു നേതാവാണല്ലോ, ഞങ്ങൾ വന്നിട്ട് ഇയാൾ വന്നില്ലല്ലോ എന്നൊരു വർത്താനമൊക്കെ അവിടെ നടന്ന്. അങ്ങനെ കേട്ട് 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 തങ്ങളെ ചുവട്ടിലെത്തി. ഇന്ന ആള് വരാത്തത് നോപ്പം മുമ്പത്തെ മാതിരിയല്ല, ആ വിശ്വാസത്വം അവനില്ല, നോക്കത് പരിഹരിച്ച മട്ടത്തിലേക്കാണ് പോണത് എന്നൊക്കെ ഇങ്ങനെ വർത്താനം മറ്റേ സഹാബിമാര് പറഞ്ഞത് തങ്ങളെ ചുവട്ടിലെത്തി. തങ്ങൾ പറഞ്ഞ് മുണ്ടി പോകരുത്, ഓനെപ്പറ്റി വല്ല ആക്ഷേപങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കേടാവും. കാരണം ലിഅന്നഹു ഷഹീദ ബദറൻ, തങ്ങൾ പറഞ്ഞത് ബദറിൽ അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ ഓനെ ആക്ഷേപം ഗീബത്ത് പറയണ ആള് ഏർപ്പെടുത്തിക്കൊടുക്കും, നിങ്ങൾക്ക് അപകടം വന്നാളും. അതുകൊണ്ട് ഒറ്റ ഭർത്താനം ഇവിടെ പറഞ്ഞു പോകരുത് ഓനെ പറ്റി. ഓനെന്തോ കാരണവശാൽ ഇവിടെ എത്താൻ കഴിയില്ലെന്നല്ലാതെ വേറെ ഒരു കാരണവുമില്ല. ഓനെപ്പറ്റി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപകടം. ഈ കാരണം തങ്ങൾ പറഞ്ഞു ലിഅന്നഹു ഷഹീദ ബദറൻ, ബദറിൽ അറ്റൻഡ് ചെയ്ത ആളാണ് അവൻ. അപ്പം അവന് എന്ത് വന്നാലും അപാകത ക്യാൻസലാക്കുന്നത്. ബദരീങ്ങളുടെ സ്ഥാനത്തിന്റെ വലുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ. അങ്ങനെ എല്ലാ ശുഹദാക്കളും അവർക്ക് വലിയ കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനികളാണ് ബദർ ശുഹദാ. അത്ര ശക്തി മറ്റ് ശുഹദാക്കൾക്കില്ല. ബദറിലിറങ്ങിയ മലക്കുകൾക്ക് പ്രത്യേകം സ്ഥാനമുണ്ട്, മറ്റു മലക്കുകളൊക്കെ ഉള്ള ഇല്ലാത്തതിനേക്കാളും. ഇങ്ങനെ പല പദവി ഉള്ള മഹാന്മാരാണ് ബദരീങ്ങൾ. അങ്ങനെ എല്ലാ ഔലിയാക്കന്മാരും മഹബത്ത് വക്കൽ, അതാണ് നമ്മളെ ഈമാനും അമലും ശരിയായിട്ടുണ്ട് എന്നതിന്റെ തെളിവ്.
നേരെ മറിച്ച് അങ്ങനത്തെ ആളുകൾ ആക്ഷേപിച്ച് വിഷയങ്ങൾ പരിഹസിച്ച് അല്ലെങ്കിൽ അതിനോരോ അങ്ങനെ ആണ്ട് കഴിക്കണം എന്ന് എവിടെ പറഞ്ഞത്? റസൂൽ അങ്ങനെ ബദരീങ്ങൾ ആണ്ട് കഴിച്ചിക്കണോ? ഇങ്ങനെയൊക്കെയുള്ള ഓരോ നൊണ്ട് ചോദ്യങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ആണ്ടിൽ ഒരു പ്രാവശ്യം ഉഹദ് ശുഹദാക്കളെ സന്ദർശിക്കാൻ തങ്ങൾ പോകാറുണ്ട് എന്ന് സഹിയ ഹദീസിലുണ്ട്. ഓരോ ആണ്ടിലും ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ തങ്ങൾ പോകും. കുറെ സഹാബിമാരും തങ്ങളെ ശേഷം സിദ്ദീഖ് അങ്ങനെ പോകാറുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആണ്ട് സിയാറത്തിന് പോകാറുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹു പോകാൻ, ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളെ മൂത്താപ്പയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹു ഉപ്പാപ്പയാണ്, അവിടെ പോകാറുണ്ട്. ആഴ്ചയിൽ തന്നെ 37 പോകാറുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. അങ്ങനെ ആണും പെണ്ണും ഒക്കെ ആണ്ടിലൊരു പ്രാവശ്യം വഹദ് ഷഹീദ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു. എന്നമാതിരി ആണ്ടിൽ മഹാന്മാരെ ആണ്ട് നമ്മൾ കഴിക്കും, അവരെ മേൽ ദ്വാരക്കും, അവരെ മേൽ ഇടചേടി നമ്മൾ പ്രാർത്ഥന നടത്തും. അതൊക്കെ പഠിച്ചാത്തോലെ ചോദിച്ചും തങ്ങളിത് ചെയ്യണമെന്ന്. അല്ല മൗലവിമാരും മറ്റൊക്കെ ചോദിക്കുകയാണെങ്കിൽ രേഖാമൂലം പറഞ്ഞു കൊടുക്കണം. നാടന്മാർ ചോദിക്കുകയാണെങ്കിൽ നാടൻ പത്രത്തിന് മറുപടി പറഞ്ഞാൽ തങ്ങൾ ചെയ്തുകണോ, ഈ പുളക്കെങ്ങൊന്നുമില്ല, തങ്ങൾ ഈ പുളക്കെങ്ങൊന്നുണ്ടോ ഞങ്ങൾ ചോദിക്കാം. നാടൻ പത്രത്തിന് പറഞ്ഞാൽ മതി. ഈ നേരെ പുളക്കെങ്ങൊന്നും ഞാൻ കണ്ടല്ലോ, തങ്ങൾ പുളക്കെങ്ങൊന്നുണ്ടോ. അപ്പൊ ഇവർ പക്ഷെ താടി പഠിച്ചേണ്ടൊക്കെ പെടാ ആളായിരിക്കും. തങ്ങൾ താടി അടിച്ചുകണോ ആണ് ചോദിക്കുക. തങ്ങൾ ചെയ്തുകണമെന്നാ പറയല്. തങ്ങൾ ചെയ്തൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ മഹാന്മാരെ ആണ്ടിൽ തന്നെ തങ്ങൾ പോകാറുണ്ട് വഹദ് ഷഹീദന്മാരെ സിയാറത്ത് ചെയ്യാൻ. അങ്ങനെ ആണ്ടിൽ സിയാറത്ത് അവരെ സ്പെഷ്യൽ എല്ലാ മഹാന്മാർക്കും ആണ്ടിൽ സിയാറത്തിന് അവരെ മദ്ഹ് പറയാനൊക്കെ നേർച്ചകൾ കഴിക്കാറുണ്ട്. അതൊക്കെ ബഹുമാനപ്പെട്ട പുണ്യനബി സഹാബത്ത് ചെയ്ത ചര്യകളാണ്. അവരുള്ള മഹബത്ത് പ്രകടിപ്പിക്കാനാണ് അതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെ മഹബത്ത് പ്രകടിപ്പിച്ചാൽ അവരൊപ്പം സ്വർഗത്തിൽ പോകാൻ ചാൻസ് കിട്ടിയേക്കും എന്നാണ് നമ്മുടെ രേഖകളിലുള്ളത്. അപ്പൊ ഏതായാലും മഹാന്മായിട്ടുള്ള ബന്ധം അത് വളരെ ശക്തിയാണ്. അവരുമായിട്ടുള്ള അറപ്പും വെറുപ്പും ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഔലിയാവിനെ പറ്റി ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ് ഹദീസ് ഖുദ്സിയിൽ അല്ലാഹു തആല പറഞ്ഞത്. അവനോട് ഞാൻ യുദ്ധം ചെയ്യും. അതിന് വ്യാഖ്യാനിക്കേണ്ടത് അള്ളാഹ് യുദ്ധം ചെയ്യുന്ന അതിനർത്ഥം മരണസമയത്ത് ഈമാൻ നശിച്ച് അവൻ കാഫിറായി ചത്തുപോകും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അള്ളാഹിന്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കന്മാർ നിസാരപ്പെടുത്തി അവരെ പരിഹസിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഓനോട് ഞാൻ യുദ്ധം നടത്തും എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനിക്കുന്നത് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു ചത്തുപോകും എന്ന്. ആ മഹാന്മാരെ ബഹുമാനിക്കൽ വളരെ ഉയർന്ന സ്ഥാനം ലഭിക്കാൻ അവകാശമുണ്ട്. അവരെ ആക്ഷേപിക്കൽ വളരെയധികം പരാജയത്തിലേക്ക് ഇവനെ തള്ളിവിടും. അപ്പം മഹാന്മാരായ ആളുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൽ പരിശുദ്ധ ഖുർആൻ മറ്റായത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഹേ മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വ ഈമാനും വേണം തഖ്വയും വേണം. വകൂനു മഅസ്സാദിഖീൻ, സജ്ജനങ്ങളുമായി നിങ്ങളൊരു കൂട്ടുകെട്ടുണ്ടാക്കണം. 3 കാര്യം വേണം ആയത്ത് പറഞ്ഞത്. ഒന്ന് ശരിയായ ഈമാൻ വേണം, മറ്റ് തഖ്വ വേണം, ഇതിന്റെ പുറമെ സജ്ജനങ്ങളുമായി ഒരു കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം. കാരണം അത് ഒപ്പം സ്വർഗത്തിൽ പോകാൻ വഴി ഒരുക്കിയേക്കും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. വകൂനു മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരോട് മഹാന്മാരോട് കൂടെ നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനത്തെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയതാണ് ഇങ്ങനത്തെ മേഖലകളൊക്കെ. ഇതൊന്നും ചെയ്ത് നമ്മൾ വിജയിക്കാൻ ശ്രമിക്കണില്ലെങ്കിൽ ഉള്ള കേട് നമ്മളൊക്കെ വലിയ പരീക്ഷയ്ക്ക് വിധേയമായവരാണ്. നമ്മളെ കുട്ടികൾ
10ാം തരം പരീക്ഷയൊക്കെ ആകുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കും, എല്ലാം വായിക്കാൻ പറയും, ഡിവിഷൻ എടുത്തു കൊടുക്കും. ഒക്കെ എന്താ ചോദ്യത്തിന് മറുപടി പറയാൻ? നമുക്ക് എല്ലാവർക്കും ഉണ്ട് ചോദ്യം. ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് സുആലുൽ മലക്കൈനി ഹഖ്ഖുൻ. 2 മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും, അത് ഹക്കാണെന്ന് വിശ്വസിച്ചോണം മുഅ്മിൻ. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് വിധേയരാണ്. പരീക്ഷ നടത്തുന്നത് സാധാരണ ഹെഡ്മാസ്റ്ററോ അല്ലെങ്കിൽ ഇൻസ്പെക്ടറോ ഒന്നല്ല, മലക്കാണ് നടത്തുന്നത്. സുആലുൽ മലക്കൈനി ഹഖ്ഖുൻ. ബഹുമാനപ്പെട്ട ഹദീസ് ഷരീഫിൽ ബുഖാരി വരെ അങ്ങനെ നമ്മളൊരാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓനെ മൂടലൊക്കെ വെച്ച് മണ്ണൊക്കെ ഇട്ട്, മണ്ണിടുന്ന സമയത്ത് മൂടലൊക്കെ വെച്ചാൽ നമ്മൾ പറയണത്, അവിടെ നിൽക്കുന്ന ആളുകളോട് പറയണത് മിൻഹാ ഖലഖനാക്കും, മണ്ണ് ഒരു മുടിയാണ് ഇട്ട് ഇതിന്ന് തന്നെ പടച്ചത് എന്നാണ് പറഞ്ഞാളി എന്ന് ശരിയായിട്ട് പറയുന്നുണ്ട്. എന്തിനാ പടച്ചത്? അത് ഖുർആൻ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന ഇൻസ നമ്മൾ സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇതിന്ന് തന്നെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുക്കും, ഇതിലേക്ക് തന്നെ എന്നെ മടക്കാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യണത്, അത് അതിലേക്ക് തന്നെ വെക്കുന്നത്. വമിന്നാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ, ഇനി മറ്റൊരു സമയത്ത് ഇതിന് ഒന്നുകൂടി എന്നെ പുറപ്പെടുവിക്കുന്നു മഹ്ശറയിലേക്ക് എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് മറയിതാളി എന്നാണ് ശരിയായിട്ട് പറഞ്ഞത്. നമ്മൾ വിരുത്താക്ക് പറഞ്ഞ് നമുക്കും പറയും. അപ്പൊ ആ പരീക്ഷയിൽ ജയിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ നാടൻ പരീക്ഷയിൽ ജയിച്ചിട്ടില്ലെങ്കിൽ ഒന്നിരിക്കൽ ഒരു മാസ്റ്ററാകാൻ കഴിയൂല, അല്ലെങ്കിൽ ഒരു ക്ലർക്കാകാൻ കഴിയൂല, അല്ലെ ഒരു ഇൻസ്പെക്ടർ ആകാൻ കഴിയൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒറിജിനൽ DC എന്ന് തോന്നുന്നല്ലേ? അൽഹംദുലില്ലാഹ്, ഒരുപാട് സമയമായി. ഞാൻ നേരത്തെ കുറെ സമയമായി ക്യാമറ ഓണാക്കി വെച്ച് പോയതായിരുന്നു. കുറെ സമയം കഴിഞ്ഞ് വന്നപ്പോഴും എന്തായാലും നല്ല ക്ലിയറോട് കൂടി ലൈവ് എത്തിച്ചു തരുന്നുണ്ട്. തങ്ങൾ എത്തിയിട്ടുണ്ട്. മൈക്കിൾ DC ചോദിക്കും. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ചോദ്യത്തിന്റെ രീതി, മാ ഇൽമുക ബിഹാദർ റജുൽ, മദീനയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആ ആളാരാണെന്ന് എന്താ മനസ്സിലാക്കി? മലക്കിന്റെ ചോദ്യം, മാ ഇൽമുക ബിഹാദർ റജുൽ, ആ മനുഷ്യനെ പറ്റി നീ എന്ത് മനസ്സിലാക്കി? അപ്പൊ പുണ്യനെ 1.25 ലക്ഷത്തോളം അമ്പിയാക്കങ്ങളായിട്ട് ഒരൊറ്റ കൂട്ടിന് ഖബറിലുള്ളൂ ചോദിച്ചില്ല, പുണ്യനബിനെ പറ്റി ചോദിക്കും. ചോദ്യത്തിന്റെ രീതി ഇമാം ബുഖാരി, മാ ഇൽമുക ബിഹാദർ റജുൽ, ആ മനുഷ്യനെ പറ്റി എന്താ നീ പഠിച്ചത്? അപ്പൊ തങ്ങളെ പ്രത്യേകതയാണ്. ഖബറിനുള്ളൂന്നും ചോദിച്ചു തങ്ങളെ പറ്റി. നല്ല ആളുകൾ പറഞ്ഞ മറുപടി ഇമാം ബുഖാരി, ആ ചോദ്യത്തിൽ വന്ന ആളെ ഞങ്ങൾക്ക് മനസ്സിലായി, അത് മുഹമ്മദുൻ റസൂലുള്ളാഹി, മുഹമ്മദുൻ റസൂലുള്ളാഹിയാണത്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, പല ദൃഷ്ടാന്തങ്ങളും രേഖകളുമായി അദ്ദേഹം ഞങ്ങളെ സമീപിച്ചു. വത്തബഅനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റി. അങ്ങനത്തെ ഞങ്ങളെ നേതാവാണത്. ഏതാനും അവസാനിക്കുന്ന ചോദ്യമാണത്. അതിന് മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ മറുപടി പറഞ്ഞ് ഏതാനും ഈ ചോദ്യത്തിൽ കഴിഞ്ഞാൽ പരീക്ഷ ഏതാനും അവസാനിക്കണ മട്ടാണ്. ഇതാണ് പറഞ്ഞു വേണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. പിന്നെ മലക്കിന് പറയാനുള്ളത് നം സാലിഹ, ഈ പരീക്ഷയിൽ ഇവിടെ വെച്ച് ഞങ്ങളെ മുന്നിൽ നിന്ന് ഇത്ര വലിയ ശക്തിയിൽ ഈ പറഞ്ഞല്ലോ, നല്ല പണിയെടുത്തുകൊണ്ട് ചെയ്യും. ഇനിയിപ്പം എനിക്ക് വേണ്ടത് നം സാലിഹൻ, നന്നായിട്ടൊന്ന് വിശ്രമിച്ച. മറ്റ് റിപ്പോർട്ടിൽ വന്നത് നം കൻ ഔമത്തിൽ അറൂസ്, പുതിയാപ്പള റൂമിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിക്കൂ. മറ്റേ ഹദീസിന്റെ റിപ്പോർട്ടിൽ വന്നത് ശംസുൽ ഉലമ തങ്ങളും കണ്ണിയത്ത് ഉസ്താദും പറഞ്ഞ് ഞാൻ കേട്ടുകയാണ്. ഈ ഉറൂസ് എന്ന മഹാന്മാരെ ആണ്ടെന്ന് പറയണത് അത് മലക്കളുടെ പേരാണത്. ഈ പേര് കൊടുത്തത് മലക്കളാണ്. നമുക്ക് നൗമത്തിൽ അറൂസ് എന്ന് അവരോട് പറയും. ചോദ്യത്തിന് മറുപടി റെഡിക്ക് കൊടുത്താൽ പുതിയാപ്പളം വിശ്രമിക്കണമെന്ന് വിശ്രമിച്ച. ബുഖാരിന്റെ റിപ്പോർട്ടിൽ നം സാലിഹാൻ, സുഖമായിട്ടൊന്ന് വിശ്രമിക്കുക.
സ്വർഗത്തിന്റെ വാസനകൾ, സ്വർഗത്തിന്റെ ഗ്യാസുകളൊക്കെ എനിക്ക് നിങ്ങൾ ഫിറ്റ് ചെയ്ത് തരാം, എന്റെ ഖബർ ഞങ്ങൾ വിശാലമാക്കി തരാം, നന്നായിട്ടൊന്ന് സൗകര്യത്തോടു കൂടെ വിശ്രമിക്ക് എന്നാണ് മലക്കിന് പറയാനുള്ളത്. നമുക്ക് നൗമത്തിൽ അറോസ്, അതാണ് നമ്മളെ ചോദ്യം. അതിന് നമ്മൾ തയ്യാറാണ്. അപ്പം രണ്ടാമത് പറയുന്നത് ഇതിക്ക് തന്നെ മടക്കാണ്. എന്തിനാ മടക്കണ തന്നെ ഇതിക്ക്? ഒന്നിരിക്കൽ ഈ സ്വാഗതം പറഞ്ഞ് എനിക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ഇതിക്ക് മടക്കുക. മലക്കുകൾക്കുള്ള ഈ അംഗീകാരം അല്ല, ഇതൊന്നും വില വെച്ചിട്ടില്ല, നിക്കരിച്ചിട്ടില്ല, ഓൻപോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ കടന്ന മണത്തിട്ട് വേക്കൂല. അപ്പൊ വല്ല വണ്ടുപ്രാണികളും പശുക്കളും തിന്നുപോട്ടയുള്ള കണ്ടിരിക്കും വെക്കുക ഞങ്ങൾ. ഒഫീഹാനൊഴീതുക്കും ഇതിക്ക് തന്നെ മടക്കുകയാണ്. എന്തിനു വേണ്ടി? ആ മലക്കുകളും ആ സ്വാഗതം, ആ അഭിനന്ദനം കിട്ടാൻ വേണ്ടി ഒന്നിരിക്കൽ. അതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ മണത്തെടുത്ത് നിൽക്കാൻ പറ്റൂല എന്നെ കൊണ്ട്. അപ്പൊ വല്ല മണ്ണോ പശുക്കളോ തിന്നുപോട്ടയുള്ള തന്നെ മടക്കരുത്. അപ്പൊ നമ്മൾ ഉത്തരവാദിത്വം വളരെ വലുതാണ്. വലിയ വലിയ ആളുകൾ പരീക്ഷയ്ക്ക് വരണേ, പരീക്ഷ ഹാള് മറ്റേ കോഴിക്കോടോ അത് കൊച്ചിയൊന്നുമല്ല, ഖബറിലുള്ളതാണ്. പരീക്ഷയ്ക്ക് വരണോല് മുങ്കർ നക്കീർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലക്കുകളാണ്. അപ്പം ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ വഴങ്ങി. ഇവിടുത്തെ പരീക്ഷ തോറ്റാ വൈരിയല്ല, അവിടെ പരീക്ഷ തോറ്റിട്ടുണ്ടെങ്കിൽ. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ശരിയായ മറുപടി ശരിക്ക് പറയുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ട് അതിന് കഴിയുന്നോടത്ത് നമ്മൾ ഇബാദത്തും മഹാന്മാരെ ബഹുമാനിച്ചും നമ്മളെ ജീവിതം അർപ്പിക്കണം. നമ്മൾ പറഞ്ഞാൽ പുണ്യനബി പറഞ്ഞത് എന്റെ ഉമ്മത്ത് വയസ്സ് കുറവാ, 1000, 1500, 2000 ഒക്കെ ജീവിച്ചവരാണ് മുൻകാലം ഉമ്മത്തുകൾ. എന്റെ ഉമ്മത്ത് വയസ്സ് വളരെ കുറവാണ്. ഉമ്മത്തി മിൻ സിത്തീന ഇലാ സബീഈൻ. എന്റെ ഉമ്മത്തിന്റെ മികച്ച പ്രായം മിക്കവാറും ആളുകൾക്ക് മേലെ തല പോവുകയാണെങ്കിൽ 60 മുതൽ 70 വരെ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു. 60 മുതൽ 70 വരെ. നേരെ മറിച്ചു 85, 90 ഒക്കെ ആയിപ്പോയാൽ ഓനും കുഴങ്ങി, ഓന്റെ പെരക്കാരും കുഴങ്ങി. ഓനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 4 ആൾ വെനക്കേണ്ടി വരും. ഇതാണ് നമ്മളെ ജീവിത രീതി. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചോളി എന്നാണ് ശരീഅത്ത് പറഞ്ഞത്. അധികം കാലം അവിടെ നിൽക്കാൻ കഴിയില്ല. ഇതിൽ പരീക്ഷ വരും. ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യമാണ്. സുആലുൽ മലക്കൈനി ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ. സ്വർഗ്ഗം ഹഖാണ്, നരകം ഹഖാണ്. വൽ മീസാൻ ഹഖ്ഖുൻ. തുലാസുണ്ട് അവിടെ, അത് തൂക്കും അമലുകൾ ഹഖാണെന്ന് വിശ്വസിച്ചോളം മുസ്ലിം. അത് വിശ്വസിക്കണില്ലെങ്കിൽ അവനെ സ്ഥാനമില്ല. അപ്പൊ നമ്മളും വലിയ പരീക്ഷയ്ക്ക് വിധേയന്മാരാണ്. നമ്മളെ കുട്ടികൾ 10 പാസ്സാകണ മാത്രമല്ല, നന്നായിട്ട് പാസ്സായിട്ട് അവർ പഠിച്ചു ഉയരും ചെയ്യട്ടെ, അത് വേറെ വർത്താനം. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് വിധേയമായവ, അത് നന്നായിട്ട് പറയാൻ കഴിയണം. എന്നാൽ മലക്കുകളുടെ മുന്നിലും ഒന്നും പേടിച്ചണ്ട ആവശ്യമില്ല. ഓല് വളരെ സ്വാഗതം ചെയ്തു കൊടുക്കും. നന്നായിട്ടൊന്ന് വിശ്രമിച്ച ഈ വല്ലാതെ പണിയെടുത്തിന് ഞങ്ങളെ കണ്ടാൽ തന്നെ പേടിച്ച് തൂറും. അങ്ങനത്തെ ഇത്ര അധികം വാചാലനായല്ലോ, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് വിശ്രമിക്ക്, എനിക്ക് സ്വർഗത്തിന്റെ എല്ലാ സൗകര്യങ്ങളും താൽക്കാലികമായി എത്തിച്ചു തരാം എന്നാണ്. അവരെ റൂഹിനെ പിടിക്കുമ്പം തന്നെ അവരോട് മലക്കുകൾ പറഞ്ഞത് ഇറങ്ങി വാ. റൂഹിനോട് ഇസ്രായേലും മറ്റും പറഞ്ഞത് എൻ്റെ അല്ലാഹു തആല അന്നെയും ഈ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ശാന്തനായി ഇറങ്ങി വാ. ഇത് അവരോട് മലക്കുമെന്ന് പറഞ്ഞത് ഇസ്രായേൽ. അപ്പൊ അതിനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പുണ്യനബി കാണിച്ചെന്ന ദീൻ മുറുകെ പിടിച്ച് നടക്കണം. ഒരു കാരണവശാലും നമ്മൾ നിസ്കാരം ഖളാക്കി പോകരുത്. നിസ്കാരം ഖളാക്കിയതിന്റെ വർത്താനം പറയുന്ന മഹാന്മാർ രേഖപ്പെടുത്തുന്നത് 80 ഉഖുബ ഒരു ഫർള് നമസ്കാരം ഒഴിവാക്കിയാൽ, ഒരു സുബഹി ഒരുത്തം കൽപ്പിച്ചിട്ടുണ്ട് ഒഴിവാക്കി, അള്ളാഹ് പുറത്തിട്ടില്ലെങ്കിൽ 80 ഉഖുബ നരകത്ത് കടന്നോളും എന്നാണ് നമ്മുടെ രേഖകൾ. അതിന് കണക്ക് കൂട്ടി നോക്കുമ്പം 6400 കൊല്ലം 80 ഉഖുബ എന്ന് പറഞ്ഞാൽ
ഒരു ഉഖുബ എന്ന് പറഞ്ഞത് 80 കൊല്ലം. അങ്ങനത്തെ 80 ഉഖുബ, ഒരു ഉഖുബ 80 കൊല്ലാണ് ഒരു ഉഖുബക്ക്. അങ്ങനത്തെ 80 ഉഖുബ 6400 കൊല്ലം ഒരു സുബഹി ഖളാക്കിയിട്ടുണ്ടെങ്കിൽ നരകത്ത് കിടന്നോളാം. അള്ളാഹ് വിട്ടുവന്നിട്ടില്ലെങ്കിൽ. പിന്നെ ഊറ് കെച്ചിട്ടില്ലെങ്കിലോ അതുപോലെ 6400 പിന്നെയും കിടക്കണം. അസർ കെച്ചിട്ടില്ലെങ്കിലോ പിന്നെയും കിടക്കണം. അപ്പന് കിടക്കുന്ന വേണ്ടി തന്നെ ആവും അള്ളാഹ് കൊടുത്തുവന്നിട്ടില്ലെങ്കിൽ. നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ വലിയ പരീക്ഷയ്ക്ക് വിധേയമായവരാണ് എന്ന ഓർമ്മയോടുകൂടെ തന്നെ അതിൽ നമുക്ക് വലിയ വിജയം കിട്ടാനുള്ള ഒരു വഴി മഹാന്മാരുമായിട്ടുള്ള ടച്ച്, അവരുമായിട്ടുള്ള ബന്ധം. ഒരു പക്ഷേ അതുകൊണ്ട് ഒലൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞെങ്കിൽ അതും വലിയ കിട്ടലാണ്. അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ബദരീങ്ങളൊക്കെ മുന്നിൽ നിർത്തി നമ്മൾ വരക്കുന്നത്. ബദരീങ്ങൾ അസുമാവ് പറഞ്ഞിട്ട് വരന്നാൽ ഉത്തരം കിട്ടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ദ്വാരക്ക ബാക്കിയുള്ള ഒരുപാട് ആൾ കൂടി ആമേജില്ല, അതും വേഗം ഉത്തരം കിട്ടാൻ പറ്റിയതാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനൊക്കെ പറ്റിയതാണ് നമ്മൾ ഈ മജ്ലിസ്. വയാഫാത്തും മുസീബത്തും സെക്രട്ടറി പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ മജ്ലിസ് കൊണ്ടുവരുന്നതിന് ശേഷം ഞങ്ങൾക്ക് വല്ല മെച്ചം കിട്ടിയിട്ടുണ്ട്. അതിന്റെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ അത് വളരെ ആദരവോടും ബഹുമാനത്തോടു കൂടി ഒരു നിലക്കും പാഴാക്കാത്ത രീതിയിൽ നിങ്ങളത് ചെയ്തു പറഞ്ഞു. അത് നാട്ടിക്ക് തന്നെ വലിയ ബർക്കത്താണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്. അള്ളാന്റെ വഴിയിൽ ഷഹീദായവർ മരിച്ചവരാണെന്ന് മുണ്ടിപ്പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത. അവര് മരിച്ചവരാണെന്ന് വിചാരിച്ചു പോകരുത്. രണ്ടാമത്തെ ആയത്ത്. അവര് ഖബറിൽ ഹയാത്തുള്ളവരാണ്. മുനി നബി പറഞ്ഞ് മൂസാ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി ഖബർ നിസ്കരിക്കുന്ന ഞാൻ കണ്ടു എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരൊക്കെ ഹയാത്തുള്ളവരാണ്. ഖബറിൽ ഹയാത്തുള്ള ജീവിതമുള്ള അവർക്ക് സഹായിക്കാൻ കഴിയും. പുത്തനാശയക്കാർ പറയുന്നത് അവർ മരിച്ചാൽ പിന്നെ കഴിവില്ല എന്നോണാണത്. പരമ്പൊള്ളാണത്. ഈ കഴിവ് പറഞ്ഞത് ആർക്കാണുള്ളത്? ആരാത് കൊടുക്കണം? അള്ളാഹ്. മരിച്ചവർക്ക് അള്ളാഹ് കഴിവ് കൊടുക്കൂലെന്ന് ഒരു തരത്തില്ല. മരിച്ചാത്തവർക്ക് കഴിവ് കൊടുക്കുള്ളൂ, മരിച്ചവർക്ക് കഴിവില്ല. ഖുർആൻ തന്നെ പറഞ്ഞു മരിച്ചെന്ന് മുണ്ടി പോകരുത് കേട്ടോ. അവർ മരിച്ചെന്ന് വിചാരിക്കാനും പാടുള്ളതല്ല. ബല്ലഹിയാൽ, അവരവിടെ ഖബറിൽ ഹയാത്തുള്ളവരാണ്. പുണ്യ നബിയൻ തെളിവായിട്ട് പറയണ് ഇവരൊക്കെ നിസ്കരിക്കണേ ഞാൻ കണ്ടിട്ട്. എന്ന് മാത്രമല്ല ശല ശുഹദാക്കൾ ഇവിടെ ദീനിന് വേണ്ടി യുദ്ധം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത് പയറ്റിയതാണല്ലോ, ഓലുവയിൽ വന്ന് കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദായി മരിച്ചവര് തന്നെ ഇവിടെ ദീനിന് ഒരു വിഭാഗം പോരാടുന്നുണ്ടെങ്കിൽ ഓരോ നുണിച്ചു വരും. ഒരു വട്ടം നമ്മളൊന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ വന്നിട്ട് ഹയാത്തായി വന്നിട്ട് ഇതിൽ പങ്കെടുക്കും എന്നൊക്കെ ഹദീസ് ശരീഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വലിയ കഴിവാണ്. മരിച്ചാൽ കഴിവ് കൂടുതലാണ്. മരിച്ചവർക്ക് അള്ളാഹ് കഴിവ് കൊടുക്കൂലെന്ന് എവിടെയില്ല. അപ്പൊ അങ്ങനെ മരിച്ചോലെ എത്തിപ്പോയിക്കാണ്ട് സഹായം നേടിയാൽ ശിർക്കാവുന്നു. ഇവർക്ക് ശിർക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ 2 ഇലാഹുണ്ടെന്ന് ശ്രദ്ധിക്കലാണ്. അമ്പുറത്ത് പോകണമെന്ന് മൂമിയങ്ങളും മുത്തഖീങ്ങളും 2 ഇലാഹുണ്ടെന്ന് ആരാ പറഞ്ഞത്? മരം പൊള്ളു പറയാന്നല്ല. അപ്പൊ അവർക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താവും മനസ്സിലായിട്ടില്ല, ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. അമ്മാരി വർത്താനം കേട്ടിട്ട് ചീപ്പായി പോയത്. ഇവരെപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. അവരുടെ മദത് എപ്പോഴും ഉണ്ടാവും, അവരുടെ സഹായം എപ്പോഴും ലഭ്യമാവും. നമ്മളെ പൂർവികമായ ആളുകളിൽ നമ്മൾ കേൾക്കുന്നത് വല്ല വിഷമം വന്നാൽ അപ്പം മുൻഗാമികൾ ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണം അവർ തൊള്ളേണ്ടി വരണ്ടേ. അതുപോലെ റഷ്യൻ ഷോഹരിയേറ്റ് ഒന്നായിട്ടാണ് ടച്ച് ചെയ്തിരുന്നത്. ബദരീങ്ങളുള്ള തവസ്സുല് മുൻഗാമികൾ മുഴുവൻ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയും. അത് നമ്മളെ മുൻഗാമികളെ ദേഹത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് വളരെ ഫലവത്തും രേഖയിൽ ഉള്ളതുമാണ്. അപ്പൊ അങ്ങനത്തെ
മഹാന്മാരോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച് ആ സദസ്സിൽ കൂടി ദുആയിലൊക്കെ പങ്കെടുക്കണം. അങ്ങനെ കുറേ ആള് ആമീൻ ചൊല്ലി ഒരാൾ വരക്കാന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ദുആ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. നമ്മൾ ദ്വാരക്കണം, ദ്വാരക്കണോടത്ത് നമ്മൾ കൂടും വേണം. ഈ മജ്‌ലിസുന്നൂർ കൂടുതൽ ശക്തിയാക്കി നമ്മൾ കൊണ്ടുപോകാൻ നോക്കും വേണം. അതൊക്കെയുള്ള വലിയ ഫലങ്ങളുണ്ട്. നമ്മളെല്ലാ കച്ചവടങ്ങളിലും മറ്റു വിഷയങ്ങളിലും ഒക്കെ അത് ഫലവത്താണ്. ഇതൊക്കെയാണ് നമ്മളെ രേഖയിലുള്ളത്. അപ്പോൾ അത് വളരെ സജീവമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ, ഒരു തളർച്ചയില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തു പോരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി മജ്‌ലിസുന്നൂറിനെ പറ്റി നമ്മൾ പൂക്കൂട്ട് ഉസ്താദ് ഹസൻ സഖാഫി അവറുകൾ നമ്മൾ പറയും, മറ്റു പല മഹാന്മാരും പറയും. അതൊക്കെ കേൾക്കലും പുണ്യപ്പെട്ടതാണ്. അവരെ പറ്റി മദ്ഹ് കേൾക്കൽ അത് പുണ്യപ്പെട്ടതാണ്. അപ്പോൾ നല്ല മജ്‌ലിസ് നല്ല കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശുഹദാ ആണ് ബദരീങ്ങൾ. ഒരു സംശയിക്കണ ശഹീദന്മാരില്ല. പുണ്യനബി മക്കയിൽ ഹിജറൊക്കെ പോണതിന് മുമ്പ് ബാല്യ കഷ്ടകാലം ഒരിക്കൽ ജീവിക്കാൻ കഴിയൂല. ആ നിലക്ക് മർദ്ദനാണ്. അതുകൊണ്ടാണ് ഹിജറ പോണ്ടി മുതലും മറ്റൊക്കെ വിട്ട് സ്വന്തം വീടും ഒഴിച്ചു വിട്ട് പോണ്ടിയെന്നത്. ഹിജറിന് മുമ്പ് തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു കഅബ ശരീഫിനെ മുന്നിൽ വെച്ചിട്ട്. അപ്പൊ അന്ന് അബൂജഹൽ ഉത്ബത്ത് ശൈബത്തിന്റെ ഭരണം അവിടെ. വലിയ പോക്കിരികളും വലിയ ഹീതന്മാരാണ്. വലിയ കഴിവുണ്ട്. ഒരിക്കൽ ഒഴിവ് കിട്ടിയാൽ കഅബ ഷരീഫിന്റെ നിഴലിൽ വന്ന് തുറക്കൂല. വലിയ കൂട്ടരായതുകൊണ്ട് കഅബ ഷരീഫിന്റെ നിഴല് അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തൊക്കെ ഉണ്ടാവില്ല സമയത്തിനനുസരിച്ച്. എവിടെ നിഴല് അവിടെ കൂടി ഒരു ഒഴിവുണ്ടായാൽ അവിടെ കൂടി തുറക്കും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പുണ്യനബി വന്ന് കണ്ട് പുണ്യനബിന്റെ ഉപ്പാപ്പ ഉണ്ടാക്കിയ കഅബ ഷരീഫ് അവിടെ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. അബൂജഹൽ ചോദിച്ചു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, അവിടെ ഒരു ഒട്ടകത്തിന്റെ അറവുണ്ട്, ഒരൊട്ടകം അറുത്തിട്ടുണ്ട്. അതിന്റെ കുടൽമാലയും അതിന്റെ മറുട്ടിയും അതിന്റെ ആ തീട്ടപ്പെട്ടിയൊക്കെ പാടെ ഭാരിയിട്ട് ഇവനൊരു മാലിടാൻ ആർക്കാ തയ്യാറാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. അതൊക്കെ പാടെ ഭാരി കൊടുന്നുകൊണ്ട് ഇവന്റെ പെരടിയിലൊരു മാലിട്ടാൽ അതിനാർക്കാ തയ്യാറും ഇവൻ ചോദിച്ചു. ഇമാം ബുഖാരി ആ കൂട്ടത്തിലൊരു എരപ്പൻ അതിൽ വരുമ്പോൾ ഇമാം ബുഖാരിന്റെ വാക്കാണത്. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന ശൈത്താനെ കൊടന്നുകൊണ്ട് ഭാര്യയിട്ട് തങ്ങളെ പെരടിയിലുണ്ട്. ഇവർ കുറെ ചർച്ച ചെയ്തു. തങ്ങൾ വെടിവെച്ചവരെ ഖുറൈശിനെ പിടിക്കു തമ്പുരാനെ ആരാത് വരക്കുന്നത് തങ്ങള് ഖുറൈശിനെ പിടിക്കുക, അബൂജഹലിനെ പിടി, ഉത്ബത്തിനെ പിടി, ശൈബത്തിനെ പിടി എന്ന് ഉക്തിബൈതമായിട്ട് എടുത്തു പറഞ്ഞു. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെ തങ്ങൾ ദ്വാരഞ്ഞ അള്ളാന്റെ ഭൂമിയിൽ ദ്വാരക്കാൻ പറ്റിയ ഒരാളില്ലല്ലോ പുണ്യനബിന്റെ അപ്പുറം. ആ ദ്വാരന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കുറെ കാലം കഴിഞ്ഞിട്ടും അബൂജഹൽ ഒരു തുമ്പലും കൂടി തുമ്പിയിട്ടില്ല. ജലദോഷം കൂടി ആ ശൈത്താനെ വന്നിട്ടില്ല. തങ്ങൾ ദ്വാരം ചെയ്തു. അപ്പൊ ദ്വാന്റെ ഉത്തരം എന്ന് പറഞ്ഞ ചിലപ്പം ബിന്ദു, അതുകൊണ്ട് ഉത്തരം കിട്ടൂല എന്നതിനർത്ഥമില്ല. നമ്മൾ ദ്വാരക്കണം. മൂസാ നബി അലൈഹിസ്സലാം ദ്വാരന്ന് ഫിറഔനെ നശിപ്പിക്കാൻ വേണ്ടി 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നീൽ നദിയിലിട്ട് മുക്കിയത്. മൂപ്പര ദ്വായാണത്. പക്ഷെ കാലതാമസമുണ്ട്. അപ്പൊ ദ്വാക്ക് ഉത്തരം എന്ന് പറഞ്ഞത് പെട്ടെന്ന് നിന്ന പിടിച്ചോന്ന് പറയല്ല, അതിന്റെ സമയത്താണ് ഉത്തരം. അതിനൊക്കെ നമ്മൾ ദ്വാരക്കണം. ചില സമയത്ത് ഉടനടി കിട്ടി എന്നും വന്നേക്കും. ഒന്നിരിക്കെ പെട്ടെന്ന് അല്ലെ താമസിച്ചിട്ട് അല്ലെങ്കിൽ ദുന്യാവിലേക്ക് കിട്ടിയില്ലാന്ന് വരും. എന്നാലും ആഖിറത്തിൽ കൂലിയുണ്ട് ദ്വാക്ക്. ബണ്ടൽ കണക്കിൽ കൂലിങ്ങനെ മഹ്ശറ ചെന്ന് നോക്കുമ്പോൾ ചില വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റോല് എത്താത്തത് ഓനും തോന്നുന്നു, എനിക്ക് ഇത്ര പെരുത്തി എത്താതമ്പുരാനെ പക്ഷെ നല്ല ദ്വാരനാണ് ഒന്നും തന്നിട്ടില്ല കാര്യമായിട്ട്. അതിന്റെ കൂലിയാണത്. മഹ്ശറയിലെല്ലാം ഒന്നായിട്ട് വിചാരിക്കും, ഞങ്ങളെ ദ്വാരക്കൊക്കെ ഇങ്ങനെ ആയ മാണ്ടിയിലായിരുന്നു തമ്പുരാനെ, ഇത്ര വലിയ ഊക്കുതിനുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായത്. അപ്പം
ദ്വാക്ക് ഉത്തരം ചിലപ്പം ആഖിറത്തുനിന്ന് കൂലി ചെലവില്ല. അപ്പൊ ദ്വാന്റെ ഉത്തരം എന്നത് എന്നാ പിടിച്ചോന്ന് പറയലല്ല. ഞാൻ പല മജ്‌ലിസിലും പോയി 100 റുപ്യ 1000 റുപ്യ 500 റുപ്യ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ മോൻ ഗൾഫിക്ക് പോകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 കൊല്ലമായി എല്ലാ മജ്‌ലിസിലും ഞാൻ പോകാറുണ്ട്. ഇവിടെ കുറച്ച് പൈസയും കൊടുക്കലുണ്ട്. ഓൻ ഗൾഫ് പോയിട്ട് ബോംബായിക്ക് ഇതുവരെ ചവിട്ടിയിട്ടില്ല. അപ്പൊ ദ്വാക്ക് ഉത്തരം കിട്ടിയില്ല എന്നപ്പോ പറഞ്ഞത്. ആ ദ്വാന്റെ ഉത്തരം അങ്ങനെ തന്നെ. ചിലപ്പം ഇവിടെ താമസിക്കും, ചിലപ്പം വേറെ ഓണപ്പൈക്ക് തന്നെ ആ ചോദിച്ച് കിട്ടില്ലെന്ന് ഒന്നക്കും, അങ്ങനെ വരും. പിന്നാവുന്ന് കിട്ടാത്ത ഉത്തരവുണ്ടാവും. ഒക്കെ പല ജാതിയുണ്ട്. ഏതായാലും നമ്മൾ ദ്വാരക്കണം, കിട്ടുമ്പോൾ കിട്ടട്ടെ. സക്കറിയ നബി അലൈഹിസ്സലാം ദ്വാരന്ന് മൂപ്പർക്ക് വളരെ പ്രായമായ സമയത്ത് ഒരു കമ്പം, ഒരു കുട്ടി വേണം. റബ്ബി ഹബിലി സാലിഹ ഫഹബിലി മില്ലതുങ്കം വലിയൻ യരിസുനി. എനിക്കൊരു കുട്ടീനെ കിട്ടണം, നല്ല എൻ്റെ മരണശേഷം എൻ്റെ അനന്തരാവകാശിയായിട്ടുള്ള ഒരു കുട്ടി എനിക്ക് വേണം. വളരെ പ്രായം ചെന്നതിന് ശേഷം ഇവർക്ക് തോന്നിയത് ദ്വാരക്കാൻ. ദേഹത്തിന്റെ ശക്തി മറ്റൊക്കെ പോയി, പെണ്ണുങ്ങളാണെങ്കിൽ ഉണങ്ങി ചുങ്ങി കൊട്ടമാന്തളായിന്. ആ സമയത്താണ് ദ്വാരുന്നത്. അങ്ങനെ ബന്ധപ്പെട്ട് പിന്നെ മൂപ്പര് ദ്വാരക്കണത്. ഞങ്ങൾ ബന്ധപ്പെട്ടതിൽ കുട്ടിക്കഴിഞ്ഞില്ലോ എന്ന് എനിക്ക് ആദ്യം മുൻകൂർ മനസ്സിലാകണം. 8-10 മാസം കഴിഞ്ഞാൽ കുട്ടി പുറത്തു വരണമെങ്കിൽ ഗർഭം ധരിച്ചിക്കണോ ഇല്ലേ എന്ന് റബ്ബെ എനിക്കൊരു വിവരം കിട്ടണം. പരിശുദ്ധ ഖുർആൻ ആയത്തുക്ക, നിങ്ങളെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടെന്നുള്ളേക്ക് തെളിവ്. അല്ലാത്തുക്കല്ലിമന്നാസ സലാസത്ത അയ്യാം, 3 ദിവസം നിങ്ങൾക്ക് മുണ്ടാൻ കഴിച്ചില്ല. അത് കണ്ടാൽ മനസ്സിലാക്കുക ഭാര്യയ്ക്ക് വളയലുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ ആയത്തുക്ക അല്ലാത്തുക്കല്ലിമന്നാസ സലാസത്ത അയ്യാം എന്ന്. അങ്ങനെ പിന്നെ മൂപ്പർക്ക് ആംഗ്യം കാണിക്കേണ്ട 2-3 ദിവസം. ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ കൊണ്ടുവരിയെന്ന് പറയാൻ കഴിയൂല, ഭക്ഷണം വേണമെന്ന് പറയാൻ കഴിയൂല, ആംഗ്യം കാണിക്കണം. അതെല്ലാം 3 ദിവസം സംസാരിക്കാൻ കഴിയുണ്ടാവില്ല. അതിൻ്റെ അടയാളം. നമ്മളൊക്കെ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് വെറുപുണ്ടോ നോക്കുകയാണെങ്കിൽ ഒന്നിന് രക്തം പരിശോധിക്കും, അല്ലെ വേറെന്തോ പരിശോധിക്കും. സക്കരീബിനെ പിന്നെ പറഞ്ഞതാണ് മുണ്ടൂലുങ്ങൾ. ആ മുണ്ടാത്ത സമയത്ത് 2-3 ദിവസം മുണ്ടാൻ കഴിയില്ലല്ലോ. ഒതുക്കുറമ്പൊക്കെ കത്തീറാ, നന്നായിട്ട് ദിക്ർ വർദ്ധിപ്പിക്കണം ആ സമയത്ത്. മഹാന്മാരവിടെ പറഞ്ഞ് സക്കരീബിക്ക് മുണ്ടാൻ കഴിയണില്ല, എന്നാൽ ദിക്ർ നല്ലോണം ചൊല്ലിക്കൊള്ളി. അപ്പൊ അള്ളാന്റെ ഭൂമിയിൽ ദിക്റിന് ഒഴിഞ്ഞ് നിൽക്കണം എന്ന് വല്ലാക്കും അനുവാദം കൊടുക്കുമെങ്കിൽ സക്കറിയ നബിക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് മുഫസ്സിരീങ്ങൾ. അപ്പൊ ദിക്റിന് ഒഴിഞ്ഞ് നിൽക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഒരു ശ്വാസമാണ് വിട്ടാൽ അതിന് കൂലില്ലാത്ത രീതിയിൽ വെറുതെ പോയതന്നെയാണ്. മഹാന്മാരൊക്കെ നമുക്ക് അത്ര കഴിയൂലെങ്കിലും അവരെ ശ്വാസം വിടലും വലിക്കലും ഈ ദിക്റിലാണ് അവരും പോല. ഇതിന് പ്രത്യേകം ഒരു പരിചയം. അംഫാസിയ ദിക്ർ, വലിക്കലും പുറത്തേക്ക് വിടലും അള്ളാ എന്ന പദം കൊണ്ടാണ് അവർ ചെയ്യൽ. അത്ര അമൂല്യാണ് പ്രായം എന്ന് പറഞ്ഞത്, വയസ്സ് എന്ന് പറഞ്ഞത്. നമുക്ക് തന്ന കണക്ക്, ആ പ്രായം എന്ന കണക്ക് അത്ര അമൂല്യ വസ്തുവാണ്. ഒരു സെക്കൻഡാണ് പോയത് തന്നെയാണ്. ഇതാണ് മഹാന്മാർ വിശ്വസിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ടവരോട് ആ സമയത്ത് പറഞ്ഞ് നന്നായിട്ട് ദിക്ർ ചൊല്ലിക്കൊള്ളി. 3 ദിവസം ഒന്നും ഉണ്ടാൻ കഴിയില്ല, അവർ ആംഗ്യം മാത്രമേ കാണിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, മൂപ്പര് ദ്വാരുന്നത് എനിക്ക് അനന്തരം കിട്ടുന്നൊരു ഗുണ വരണം. പക്ഷേ മൂപ്പര് മരിച്ചതിന് മുമ്പ് എന്നെ കുട്ടിയടിച്ചു. സക്കരിയ നബി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ യഹ്യ നബി അലൈഹിസ്സലാം മരണപ്പെട്ടു എന്നാണ് മശൂറായ അഭിപ്രായം. ആ മൂപ്പര ചോദ്യത്തിന് അവിടെ ഉത്തരം കിട്ടിയില്ല. മഹ്ശറേന്ന് അതിന് ഊഴിട്ടു. എനിക്കൊരു കുട്ടി കിട്ടണം, ആ അനന്തരാവകാശിയായിട്ടും ആ ദ്വാരക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അത് ദ്വാരം എന്നുള്ള നിലക്ക് അതിന്റെ കൂലി ആഘാതം കിട്ടും. അപ്പൊ ദ്വാ എങ്ങനായാലും അത് നഷ്ടപ്പെട്ടതല്ല. ആർക്കും ദ്വാരക്കാം, ഏത് എരപ്പനും ദ്വാരക്കാം. എത്ര തെറ്റുകുറ്റം ചെയ്യുന്ന ആൾക്കും ദ്വാരക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ. പിന്നെ വലിയ ആളുകൾ വരക്കും ഉത്തരം കിട്ടുന്നു മാത്രം. ഏറ്റവും മോശപ്പെട്ട ആളാണ് ഇബ്ലീസ്. ഓൻ ദ്വാരന്നിട്ട് കിട്ടിയല്ലോ. ഓൻ റബ്ബിനോട് പറഞ്ഞു, ഓൻ ആട്ടിയ ആളാണ്.
ഞാൻ സ്വർഗത്തിന്റെ സെക്യൂരിറ്റിയായി നിന്ന് റബ്ബേ, മലക്കുകൾക്ക് മുദരിസായി ഞാൻ നിന്നിട്ടുണ്ട്, പലതും ഞാൻ ചെയ്ത്, പക്ഷേ എൻ്റെ അടുത്ത് അബദ്ധം വന്നിട്ടും പുറത്താക്കി. എന്നാൽ എനിക്ക് എന്നോട് ദുആ വർക്കാണ്ട്, എനിക്ക് ദീർഘായുസ് കിട്ടണം 2-ാം ഊത്ത് വരെ ഞാൻ ചോദിച്ചതാണ്. 2-ാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് തരണം തമ്പുരാനെ. അവന് കിട്ടിയ ഉത്തരം ഖുർആൻ തന്നെ പറഞ്ഞ് ആട്ടെ. 1-ാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് വന്നു. 1-ാം ഊത്തിൽ സകലാളും നമ്പർന്നു പോകും, ഒരു നമ്പർ. 2-ാം ഊത്ത് വരെ ഉണ്ടെങ്കിൽ പിന്നെ മരണമില്ല. അതാ പോന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. 2-ാം ഊത്ത് നിന്നിട്ട് എല്ലാവരും ഹയാത്തായും അഷറയിൽ മരണം എന്ന് പറഞ്ഞ സാധനം ഒരു ആടിന്റെ മാതിരിയാണ് കൊടന്നിട്ട് ഒരൊറ്റ അറക്കലാണ്. ഇനി മരണമില്ല. ഇനി ഒന്നിരിക്കൽ നരകത്തിൽ കിടക്കുന്ന കാലാകാലം കിടക്കുക, വാതിലാണ് കൂട്ടും. സ്വർഗത്തിൽ കിടക്കണവനും അങ്ങനെ കാലാകാലം അവിടെ എത്തുക. മരണം എന്ന് പറഞ്ഞ സംഭവം പിന്നെ 2-ാം ഊത്തിന്റെ ആവശ്യമില്ല. അത് നോക്കിയിട്ട് അവൻ പറഞ്ഞു, എനിക്ക് 2-ാം ഊത്ത് വരെ ഹയാത്ത് തരണം തമ്പുരാനെ. അള്ളാഹ് പറഞ്ഞു 1-ാം ഊത്ത് വരെ തരാം. ഓനും കിട്ടി ഉത്തരം. അപ്പൊ നമ്മൾ എത്ര മോശക്കാരനെ നമ്മൾ വേറക്കണം. ദ്വാരക്കണോടത്ത് കൂടും വേണം. ദ്വാന്റെ കാര്യം അങ്ങനെയാണ്. യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. സൃഷ്ടികളോട് ചോദിക്കാൻ വലിയ മടിയാണ്. സൃഷ്ടിനോട് ചോദിച്ചാൽ 100 റുപ്യ കാട്ടിയാൽ ചിലവർ തന്നു തരും, ചിലർ തന്നില്ല എന്ന് തരും. അല്ലെ നമ്മളെ മദ്രസ കുറച്ച് ബുദ്ധിമുട്ടുണ്ടൊക്കെ ഇവിടെ ആണ്, ഒരു 5000 റുപ്യ കാട്ടിയാൽ ഓനത് മൊത്തത്തിൽ ഉറപ്പായിരിക്കും. സൃഷ്ടിക്ക് സൃഷ്ടാവിന് പുണ്യനബി പറഞ്ഞത് ചോദിക്കാതിരിക്കൽ ഉറപ്പാണ്. മല്ലം യസ്അലില്ലാഹ യഗ്ളബ്, അള്ളാഹിനോടൊരുത്ത ചോദിച്ചിട്ടില്ല ബാല്യ ദേഷ്യ റബ്ബ്. സൃഷ്ടിക്ക് ചോദിക്കൽ ഉറപ്പാ, സൃഷ്ടാവിന് ചോദിക്കൽ ഇഷ്ടമാണ്. അങ്ങനെയാണ് എൻ്റെ നിയമം. എന്ത് ചോദിക്കുക, എപ്പോഴും ചോദിക്കാം. യാ റബ്ബി യാ റബ്ബി യാ റബ്ബി കൊണ്ടാ എന്ന്. അപ്പം അങ്ങനെ മജ്ലിസിൽ കൂടി ആവുമ്പം കൂടുതൽ ഗാംഭീര്യമുണ്ട്. അപ്പം എല്ലാ മജ്ലിസും നൂറും വളരെ സജീവമായി നിങ്ങൾ നിലനിർത്തിക്കണം എന്ന് മാത്രം. നമ്മൾ ലോക മുസ്ലിമീങ്ങൾക്ക് വലിയ വിഷമുള്ള കാലം, യുദ്ധമായിട്ടും ഗുൽമാലായിട്ടും കൊലയും കൊള്ളും. അപ്പം അവർക്കൊക്കെ ദ്വാരക്കും വേണം. മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് കൊടുക്കണം തമ്പുരാനെ. മുസ്ലിമീങ്ങളെ എതിരാളികളെ പരാജയപ്പെടുത്തണം റബ്ബേ. ഒക്കെ നമ്മൾ ദ്വാരക്കണം എപ്പോഴും, മറ്റുള്ളവന് വേണ്ടിയൊക്കെ. സദസ്സില്ലാത്ത ഒരാൾക്ക് നമ്മൾ വാരുന്നാൽ നബി പറഞ്ഞ് ഒരു മലക്ക് വന്നിട്ട് ഇവരോട് പറയും, ഇന്നാളെ സോക്കട് ഇന്നാളെ അവന് ഈമാനോടുകൂടെ അവനെ വരുത്തിക്കണം എന്ന് വേറൊരാൾക്ക് പറ്റി വരുത്തുന്നത് വരുന്നാൽ പുണ്യനബി പറഞ്ഞ് ഒരു മലക്ക് വരും. ആ മലക്ക് ഇവന്റെ തോളിൽ ഇരുന്നിട്ട് പറയും, ഒലക്കൽ മിസിൽ ജോന് വേണ്ടി വരുന്ന അത് അനക്കുണ്ടാവട്ടെ എന്ന് മലക്ക് തന്നെ ഒന്നിവന് വേണ്ടി വരക്കും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറ്റുള്ളവർക്കും നമ്മളുടെ ബന്ധക്കാർക്കും രോഗികൾക്കൊക്കെ ഈ സഭയിൽ വെച്ച് നമ്മൾ ദ്വാരക്കണം. നമ്മൾ ദ്വാരന്നാൽ മലക്ക് വന്ന് നമുക്ക് ദ്വാരക്കും. യാ പറഞ്ഞ ദ്വാ അനക്കുണ്ടാവട്ടെ എന്ന്. അപ്പൊ ദ്വാ എന്ന് പറഞ്ഞ വലിയ സംഗതിയാണ്. നമ്മൾ ദ്വാഇനെ മടിക്കാൻ പാടില്ല. പുണ്യനബി പറഞ്ഞത്, നമ്മൾ വാഹനത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഡ്രൈവറോട് പറയാം, എല്ലാം കരുതിക്കട്ടോ, എന്നാ ഖേദിക്കണ്ട, എല്ലാം ഛർദിച്ചോ, എന്നാ അപകടം പറ്റൂല എന്നൊക്കെ. അപ്പൊ പുണ്യനബി പറഞ്ഞത് ഛർദിയും ഈ അള്ളാന്റെ ഖവാഇനെ മാറ്റി കിട്ടലും യാതൊരു ബന്ധവുമില്ല. അള്ളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എത്ര ഛർദിച്ചിട്ടും കാര്യമില്ല, അത് നടക്കുക തന്നെ ചെയ്യും. ഒരു ഉദാഹരണം മഹാന്മാർ പറഞ്ഞത്, വലിയൊരു വ്യക്തി മറ്റൊരു വ്യക്തി ഓനോട് സംസാരിക്കുകയാണ്. വലിയൊരാളെ എത്തുന്ന സലാഞ്ചേരി വർത്താനം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ പിരിഞ്ഞു പോയപ്പോൾ ഈ വലിയ മഹാൻ പറഞ്ഞ്, എൻ്റെ മരണം പാമ്പ് കൊത്തിയിട്ടാണ് എന്ന് പറഞ്ഞാൽ വലിയ ആളുകളെ വാക്കിന് അങ്ങനെ വലിയ വലിയ ഫലമുണ്ട്. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അള്ളാഹിന്റെ ഇബാദത്തുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹിനെ പറ്റി അള്ളാഹിനോട് അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അള്ളാഹ് ശരിയാക്കിയേ നിൽക്കൂ. അങ്ങനത്തെ മഹാന്മാർ അള്ളാഹിന്റെ അടിമകളിലുണ്ട്. ഇയാൾ പറഞ്ഞു, ഈ മരിക്കണത് പാമ്പ് കുത്തിയിട്ടാണ്. അങ്ങനെ ഇയാൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് വലിയ ഛർദ്ദ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ഒട്ടകപ്പുറത്തല്ലാണ്ട് നടന്നിട്ടില്ല.
കുതിരപ്പുറത്തല്ലാണ്ട് പിന്നെ അയാൾ കയറിയിട്ടില്ല. പുറത്തും അന്ന് മോട്ടോർ സൈക്കിളും കാറും ഒന്നും അള്ള പടച്ചിട്ടുമില്ല. അപ്പൊ ഇതിലിങ്ങനെ നടന്നുകൊണ്ട് നിലത്തി വിട്ടാതെ അങ്ങനെ പോന്ന് കുറേ കാലം. ഓന്റെ സമയം എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞാണ് പാമ്പ് കുത്തിയടിച്ച് മരിച്ചതാണ്. ഒരു പരുന്ത് വന്നുകൊണ്ട് ഒരു പാമ്പിനാണ്ട് കൊത്തി കൊണ്ടുപോയി, ഒറ്റ പോക്ക്. അങ്ങനെ പാമ്പ് ഇതിന്റെ തൊള്ളയിൽ നിന്നാണ് അങ്ങോട്ട് പടഞ്ഞു നിന്നാണ് ചാടിയത്. ഇപ്പം പോണ ഒട്ടകത്തിന്റെ പുറത്തേക്കാണ് ഈ പാമ്പ് ചാടിയത്. ചാടലും തല ഒന്നി ഉബും പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആ മഹാൻ പറഞ്ഞത് പാമ്പ് കുത്തിയിട്ടാണ് എന്റെ മരണം എന്ന്. അപ്പൊ ഇപ്പം സൂക്ഷിക്കാഞ്ഞിട്ടല്ല, നന്നോ സൂക്ഷിച്ചു, യാതൊരു ഫലമുണ്ടായില്ല. ഉണ്ണി നബി പറഞ്ഞില്ല യുഗ്നി ഹദറു മിനൽ ഖദർ ശറദ, ഖദറിന് ലെവലേശം ഗുണം ചെയ്യൂല എന്ന് മഹാനായ നബി കരീം. ഖദർ റെഡിയെ തീവണ്ടി എന്നതിനാണ് പോകുന്നത്. അത് യംഫഉലിമാനസലമാൻസിൽ, ഇറങ്ങിയതിനും പറ്റും ഇറങ്ങാനുള്ളതിനും പറ്റും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു. എന്റെ ശറദുണ്ടല്ലോ അത് തോട്ടിലാണ്. അത് അള്ളാന്റെ കള്ളാവുണ്ടെങ്കിൽ ലെവലേശം അതുകൊണ്ട് ഗുണം കിട്ടില്ല. അത് നടക്കും. ലാ യുഗ്നി ഹദറു മിനൽ ഖദർ, ശറദ ഖദറിന് ലെവലേശം ഗുണം ചെയ്യൂല. ആ ഖദർ അള്ളാഹ് പറഞ്ഞ ആൾ നടക്കും. പിന്നെ ഗുണം കിട്ടലിപ്പോ അതാണ്. അത് ഇറങ്ങിയ അപകടത്തിനും പറ്റും ഇറങ്ങാനുള്ളതിനും പറ്റും എന്ന് മഹാനായ നബി കരീം. അതുകൊണ്ട് യാ ഇബാദല്ലാഹ് അക്തിറു ദുആ, അള്ളാഹിന്റെ അടിമകളെ ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കണം. നമ്മളൊക്കെ പറഞ്ഞത് അങ്ങനെ ദുആ കഴിഞ്ഞോടത്തും എപ്പോൾ പാങ്ങിട്ടൊക്കെ നമ്മൾ വരക്കണം. നമ്മൾ വലിയ ആളുകളല്ലെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പം ആർക്കും മോൻ വിചാരിച്ചൊക്കെ ചോദിച്ചാൽ ഇബ്ലീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ദുആന്റെ മജ്ലിസിലൊക്കെ വളരെ സജീവമായി ആത്മാർത്ഥമായി നിങ്ങൾ പങ്കെടുക്കണം. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ മജ്ലിസുന്നൂർ ഭംഗിയായി കൊണ്ടുപോകാൻ നമ്മൾക്കും നമ്മുടെ പിൻഗാമികൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ്.